ടെസ്റ്റ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി വിനിത വേണു ചേരുന്നുണ്ട്. വിനിത, കൂടുതൽ വിവരങ്ങൾ. ശ്രുതി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സിഡ്നി ടെസ്റ്റിൽ മോശം തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. 2 വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഹിത് ശർമ്മ ഇന്ന് കളിക്കുന്നില്ല എന്നതാണ്. മോശം ഫോമിലുള്ള രോഹിത് ശർമ്മയെ ഒഴിവാക്കിയിരിക്കുന്നു. നേരത്തെ ടീമിൽ രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിശീലകൻ ഗൗതം ഗംഭീർ നിരസിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ അക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരണം. ഏതായാലും ഏറെ പ്രധാനപ്പെട്ട ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാം മത്സരമാണ് നടക്കുന്നത്. അതിലിപ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു എന്നാണ്. KL രാഹുൽ 4 റൺസ് എടുത്ത് പുറത്തായി. യശസ്വി ജയ്സ്വാളിന് 10 റൺസ് മാത്രമാണ് നേടാനായത്. പക്ഷേ ഇപ്പോൾ ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്ന് ഒരു മികച്ച കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നതാണ്. ഗിൽ ഇതുവരെ 35 റൺസും കോഹ്ലി 27 റൺസും നേടിയിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ മോശം ഫോം സംബന്ധിച്ച് വളരെയധികം വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് അദ്ദേഹം ഇപ്പോൾ തുടക്കം ഗംഭീരമാക്കിയിരിക്കുന്നത്. 9 റൺസാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. 27 പന്തിൽ നിന്ന് 9 റൺസാണ് എടുത്തിരിക്കുന്നത്. ശുഭ്മാൻ ഗിൽ 35 പന്തിൽ നിന്നും 14 റൺസാണ് എടുത്തിരിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിനും സ്കോട്ട് ബോളണ്ടിനുമാണ് 2 വിക്കറ്റുകൾ നേടാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണെന്നാണ്. രോഹിത് ശർമ്മയില്ലാതെ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഇപ്പോൾ 1ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നമുക്കറിയാം 2-1 ഓസ്ട്രേലിയ മുന്നിൽ നിൽക്കുകയാണ്. ഒപ്പം എത്താനുള്ള അവസാന അവസരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സാധ്യത നിലനിർത്തുന്നതിന് ഇന്ത്യക്ക് ഇന്നത്തെ ജയം അനിവാര്യമാണ് എന്നതാണ്. പരിക്കേറ്റ ആകാശ് ദീപിന് പകരം പ്രസിദ്ധ് കൃഷ്ണയാണ് ഇന്ന് കളിക്കുന്നത്. അങ്ങനെ മികച്ച രീതിയിലുള്ള മത്സരം പുറത്തെടുത്താൽ മാത്രമേ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ ജയം നേടാനാകൂ എന്നത് ഉറപ്പാണ്. രോഹിത് ശർമ്മ കളിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പരിശീലകൻ ഗൗതം ഗംഭീറും ടീമും തമ്മിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നത്തെ മത്സരം എന്നതാണ്. ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഏറെ നിർണായകമാണ്. ഈ മത്സരത്തിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ ജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗൗതം ഗംഭീറിന്റെ പരിശീലക സ്ഥാനം തെറിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. രോഹിത് ശർമ്മ ഇനി ടെസ്റ്റിലേക്ക് തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. അദ്ദേഹം വിരമിച്ചേക്കും സിഡ്നി ടെസ്റ്റിന് ശേഷം എന്ന വിവരങ്ങൾ വരുന്നു. മാത്രമല്ല, പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയോടെ അദ്ദേഹം ഏകദിന ക്രിക്കറ്റിനോടും വിട പറയുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും നിർണായക മത്സരത്തിൽ ഇന്ത്യക്ക് മോശം തുടക്കമാണ്. പക്ഷേ ഇപ്പോൾ ക്രീസിലുള്ള ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു എന്നതാണ് ശ്രുതി.